ഹായ് എവ്രി വൺ, വെൽക്കം ടു അറ്റോമിയ ക്ലാസ്സസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ IR സ്പെക്ട്രോസ്കോപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാ ഇയറിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും IR സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു വരുന്നതാണ്. സോ നമുക്ക് സെഷനിലേക്ക് പോവാം. ഈ ഒരു സെഷനിൽ നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക് കാര്യങ്ങളാണ് നോക്കിക്കാണുന്നത്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം പ്രോബ്ലംസ് ചെയ്യാൻ. അടുത്ത ഒരു സെഷൻ നമ്മൾ ഇതുവരെ ചോദിച്ചിരിക്കുന്ന മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതാണ്. സോ ആദ്യം ഈ ഒരു സെഷനിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. നോക്കൂ, IR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്തിനാണ് ശരിക്കും നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ യൂസ്? നമ്മൾക്ക് ഒരു മോളിക്യൂൾ തന്നാൽ അതിന്റെ സ്ട്രക്ചറും ഫങ്ഷണൽ ഗ്രൂപ്പും ഡിറ്റർമൈൻ ചെയ്യാനാണ് IR സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം: is used to determine the structure and shape of molecule. Structure and functional group of molecules. എങ്ങനെയാണ് നിങ്ങൾ ഒരു ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയുടെ ഔട്ട്പുട്ട് ഗ്രാഫ് കാണുക? ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു സ്പെക്ട്രം ആയിരിക്കും IR സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ ഇങ്ങനെ ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ല നമ്മളോട് ചോദിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നമ്മളോട് ചോദിക്കുക. പലതരത്തിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ പീക്ക് കാണാം, പലതരത്തിൽ ഇന്റൻസിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് മെസ്സി ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. പക്ഷെ ഇതെല്ലാം നമുക്ക് അറിയേണ്ടത്. നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. Y ആക്സിസിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ട്രാൻസ്മിറ്റൻസ് ആണ്, പെർസെന്റേജ് ട്രാൻസ്മിറ്റൻസ് ആണ് Y ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ X ആക്സിസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കാണും? വേവ് നമ്പർ ആയിരിക്കും കാണപ്പെടുക. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, പക്ഷെ നമ്മൾ IR-നെ പറ്റി പറയുമ്പോഴൊക്കെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിൽ കാർബണൈലിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഒക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഫ്രീക്വൻസി ന്യൂ ആണ് പറയുന്നത്. പക്ഷെ ഈ ഗ്രാഫ് നോക്കുമ്പോൾ ഇവിടെ എന്താണുള്ളത്? വേവ് നമ്പർ. അപ്പോ എന്തുകൊണ്ടാണ് വേവ് നമ്പർ പറയുന്നത് എന്ന് പറഞ്ഞാൽ, നോക്കൂ, ഈസ് ഈക്വൽ ടു h ന്യൂ അല്ലേ? ഈ ന്യൂവിനെ എനിക്ക് hc ബൈ ലാംഡ എന്ന് എഴുതിക്കൂടെ? hc ബൈ ലാംഡ. അതായത് hc, ഈ 1 ബൈ ലാംഡയെ എന്ത് വിളിക്കും നമ്മൾ? 1 ബൈ ലാംഡ ഇസ് ഈക്വൽ ടു ന്യൂ ബാർ അല്ലേ? അതായത് hc ന്യൂ ബാർ എന്ന് പറഞ്ഞുകൂടെ? അതായത് ഇവരൊക്കെ കോൺസ്റ്റന്റ് അല്ല. അതായത് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? h ന്യൂ ഇസ് ഈക്വൽ ടു hc ന്യൂ ബാർ, വിച്ച് മീൻസ് ന്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? ന്യൂ ബാർ. അതായത് ഫ്രീക്വൻസി എന്ന് പറയുന്നതും വേവ് നമ്പർ എന്ന് പറയുന്നതും എന്താണ്? ഒരേപോലെ നമുക്ക് റിലേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിരിക്കും? ഫ്രീക്വൻസിയുടെ ടേംസിലായിരിക്കും നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പി പറയുമ്പോൾ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി, ബെൻഡിങ് ഫ്രീക്വൻസി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഫ്രീക്വൻസിയുടെ ബേസിസിലായിരിക്കും, അല്ലാതെ വേവ് നമ്പറിന്റെ ബേസിസിലല്ല. റൈറ്റ്? നോക്കാം നമുക്ക്. അപ്പോ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവരുടെ ഒരു റീജിയൻ എങ്ങനെയാണ്? ഈ ഗ്രാഫ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരുടെ റീജിയൻ വരുന്നത് 500 to 4000 ആണ്. എത്രയാണ്? 500 to 4000. IR സ്പെക്ട്രോസ്കോപ്പിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 500 to 4000 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഓൾറൈറ്റ്. ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിയുടെ ഈ ഒരു റേഞ്ചിനെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അതായത് ഇവരെ നമുക്ക് ഫിംഗർ പ്രിന്റ് റീജിയൻ എന്നും എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ഫിംഗർ പ്രിന്റ് റീജിയൻ എന്നും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫങ്ഷണൽ ഗ്രൂപ്പ് റീജിയൻ എന്നും പറഞ്ഞ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫങ്ഷണൽ ഗ്രൂപ്പ് റീജിയൻ. നോക്കൂ, ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 500 to 1450 സെന്റിമീറ്റർ ഇൻവേഴ്സ് വരെ നമുക്ക് പറയാം എന്ത്? ഫിംഗർ പ്രിന്റ് റീജിയൻ ആണ് എന്ന് നമുക്ക് പറയാം. ഇനി 1500 to 4000 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? ഇവരെന്ത് വിളിക്കാം? നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് റീജിയൻ എന്ന് നമുക്ക് പറയാം. റൈറ്റ്? നോക്കിക്കോളൂ. ഇനി ഇവിടെ മിക്കവാറും ഉണ്ടാകുക ബെൻഡിങ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ്. എന്താണ് ബെൻഡിങ്, എന്താണ് സ്ട്രെച്ചിങ് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ എന്തായിരിക്കും ഉണ്ടാകുക? ബെൻഡിങ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ്. ബെൻഡിങ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ് ഇവിടെ ഉണ്ടാകുക. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് റീജിയൻസിലാണെങ്കിലോ ഇവിടെ എന്തായിരിക്കും? സ്ട്രെച്ചിങ് മോഡ് ഓഫ് വൈബ്രേഷൻസ് ആണ് ഉണ്ടാകുക. സ്ട്രെച്ചിങ് മോഡ് ഓഫ് വൈബ്രേഷൻസ്. റൈറ്റ്? ഇനി ഈ ബെൻഡിങ് മോഡ് ഓഫ് വൈബ്രേഷനിൽ തന്നെ നമ്മൾ പറഞ്ഞു 500 to 1450 വരെ എന്തായിരിക്കും? ബെൻഡിങ് മോഡ്സ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്തും വരാം?
കുറച്ച് സ്ട്രെച്ചിങ് ഫ്രീക്വൻസീസും വരാം. അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ പറയും CL, CBR, CI ഇവരുടെയൊക്കെ എന്തായിരിക്കും സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ആണ് വരിക. അപ്പോൾ ഇതിന്റെ വാല്യൂസ്, ഇവരുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വാല്യൂസ് എന്തായിരിക്കും 500 to 1450 ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും 1500 മുകളിലായിരിക്കും. ലെറ്റ്സ് സേ ഇത് എത്രയായിരിക്കും? ഇത് 500, ഇത് എത്രയാണ് 600, ഇതെന്താണ് 700 എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം കൂടെ ഉണ്ടാവാം, എന്തിനാണ് പിന്നെ ബെൻഡിങ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ? നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് റീജിയനിൽ നിന്ന് OH ആണോ അല്ലെങ്കിൽ COH ആണോ അല്ലെങ്കിൽ NH2 ആണോ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് നമുക്ക് മനസ്സിലാകത്തില്ലേ? പിന്നെ എന്തിനാണ് ബെൻഡിങ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ വെറുതെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കൂ. എന്താണ് ബെൻഡിങ് മോഡ്സിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ലെറ്റ്സ് സേ സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതെന്ത് ആൽക്കഹോൾ? ഇത് ആൽക്കഹോൾ അല്ലേ? അതേപോലെ ഇതാ ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കാം. ഇതും ആൽക്കഹോൾ തന്നെയല്ലേ? അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഫ്രീക്വൻസി ഒന്ന് തന്നെയല്ലേ തരിക? പക്ഷെ ഇത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് പ്രൈമറി ആൽക്കഹോളും ഇയാൾ എന്താണ് ഒരു സെക്കൻഡറി ആൽക്കഹോളും കൂടെയല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ബെൻഡിങ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് വേണം. ബെൻഡിങ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് നമുക്ക് അത്യാവശ്യമാണ്. ബെൻഡിങ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ. ഓൾറൈറ്റ്, ഇനി ഈ വൈബ്രേഷണൽ മോഡ്സിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ബെൻഡിങ് മോഡ്സ് ഓഫ് വൈബ്രേഷനും അതേപോലെ സ്ട്രെച്ചിങ് മോഡ് ഓഫ് വൈബ്രേഷനും. പക്ഷെ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഇതാ ബെൻഡിങ് മോഡായി, അതേപോലെ സ്ട്രെച്ചിങ് ആയി. ഈ സ്ട്രെച്ചിങ്ങിനെ തന്നെ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? വീണ്ടും സിമ്മട്രിക് സ്ട്രെച്ചിങ് എന്നും രണ്ടാമത്തത് അസിമെട്രിക് സ്ട്രെച്ചിങ് എന്നും പറഞ്ഞിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബെൻഡിങ് മോഡ് ഇൻ പ്ലെയിനിലും ഔട്ട് ഓഫ് ദി പ്ലെയിനിലും ഉണ്ട്. ഇൻ ദ പ്ലെയിനിലും ഔട്ട് ഓഫ് ദി പ്ലെയിനിലും ഉണ്ട്. ഔട്ട് ഓഫ് ദി പ്ലെയിൻ. അപ്പോ ഈ കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കി കാണണം. അപ്പോ നമുക്ക് ആദ്യമായിട്ട് സ്ട്രെച്ചിങ് മോഡിലേക്ക് പോയിട്ട് നോക്കാം. സ്ട്രെച്ചിങ് മോഡിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? സിമെട്രിക് സ്ട്രെച്ചിങ്ങും അതേപോലെ സിമെട്രിക് സ്ട്രെച്ചിങ്ങും അതേപോലെ അസിമെട്രിക് സ്ട്രെച്ചിങ്ങും. എന്താണ് സിമെട്രിക് സ്ട്രെച്ചിങ്ങും എന്താണ് അസിമെട്രിക് സ്ട്രെച്ചിങ്ങും എന്ന് നോക്കി കാണാം. ഇതാ നമ്മൾ AB2 എന്നുള്ള ഒരു മോളിക്യൂൾ ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഇതാ ഇങ്ങനെ സിമെട്രിക് ആയിട്ടാണ് സ്ട്രെച്ചിങ് ഉള്ളതെങ്കിൽ അവരെന്ത് വിളിക്കും? സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് വിളിക്കും. ഇനി സ്ട്രെച്ചിങ് ഇങ്ങനെയാണെങ്കിലോ? നോക്കൂ, സ്ട്രെച്ചിങ് ഇങ്ങനെയാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ആണെങ്കിൽ ഇതിനെന്ത് വിളിക്കും? അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് വിളിക്കും. ഒരു കാര്യം കൂടെ നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കണം. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ദ ഫ്രീക്വൻസി ഓഫ് അസിമെട്രിക് സ്ട്രെച്ചിങ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എന്താണ്? സിമെട്രിക് സ്ട്രെച്ചിങ്. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ബെൻഡിങ് മോഡ് ഓഫ് വൈബ്രേഷൻ. അതായത് അസിമെട്രിക്കിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, ദെൻ കംസ് ഇൻ ദ സിമെട്രിക്, ദെൻ കംസ് ഇൻ ദ ബെൻഡിങ് മോഡ് ഓഫ് വൈബ്രേഷൻ. ഇനി ബെൻഡിങ് സ്ട്രെച്ചിങ് മോഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സിമെട്രിക്കും അസിമെട്രിക്കും. പക്ഷേ ബെൻഡിങ് മോഡിലും ബെൻഡിങ് മോഡ് ഓഫ് വൈബ്രേഷനിൽ ഇൻ ദ പ്ലെയിനും ഔട്ട് ഓഫ് ദ പ്ലെയിനും ഉണ്ട് അല്ലെ? ഇൻ ദ പ്ലെയിനിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്, സിസറിങ്ങും റോക്കിങ്ങും. എന്താണ്? സിസറിങ്ങും റോക്കിങ്ങും. സിസറിങ് ആൻഡ് റോക്കിംഗ്. എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഔട്ട് ഓഫ് ദ പ്ലെയിനിലാണെങ്കിലോ? ഔട്ട് ഓഫ് ദ പ്ലെയിനിലാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്, ട്വിസ്റ്റിങ്ങും വാഗിങ്ങും. ട്വിസ്റ്റിങ്ങും വാഗിങ്ങും. എന്താണ് സിസറിങ്? ഇൻ ദ പ്ലെയിൻ, ഒരേ പ്ലെയിനിലാണ്. സോ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു AB2, നമ്മൾ നേരത്തെ എടുത്ത AB2 എടുത്തെന്ന് വിചാരിക്കാം. ഒരു സിസർ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും എന്നുള്ള രീതിയിൽ. അതായത് സിസർ ഇതാ ഒരാൾ ഇങ്ങോട്ട് വരുന്നു, ഒരാൾ ഇങ്ങോട്ട് വരുന്നു അല്ലെ? സിസർ ഇങ്ങനെയല്ലേ ക്ലോസ് ചെയ്യുക. ഇനി ഓപ്പൺ ചെയ്യുകയാണെങ്കിലോ ഇതാ നേരെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യും, ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? സിസറിങ്. ഇനി റോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റോക്കിംഗ് നോക്കിക്കോളൂ. റോക്കിംഗ് ആണെങ്കിൽ സിമ്പിൾ ആണ്. ഈ കാര്യങ്ങളൊക്കെ ഒരേ ഡയറക്ഷനിൽ ഇവർ പോകും. ഇതാ ബി ഇങ്ങോട്ടാണെങ്കിൽ ബി ഇങ്ങോട്ട് വരും. ഇനി ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിലോ ഈ ബിയും ഇങ്ങോട്ട് വരും. Either of this will be called as what? Rocking. ഇനി ട്വിസ്റ്റിങ്ങും വാഗിങ്ങും എന്താണെന്ന് മനസ്സിലാക്കണം. ട്വിസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നോക്കൂ, ഔട്ട് ഓഫ് ദ പ്ലെയിൻ അല്ലേ? ലെറ്റ്സ് സേ A B B. ഓക്കെ, ഈ ബി
ഈ ബി എന്ത് ചെയ്യുന്നു വിചാരിക്കുക, നമ്മുടെ ടുവേർഡ്സ് ദി ഒബ്സർവർ, അതായത് എ ഇവിടെ ഉണ്ട്, ബി എന്ത് ചെയ്യുന്നു ടുവേർഡ്സ് ദി ഒബ്സർവർ, അടുത്ത ബി എന്തായിരിക്കും എവേ ഫ്രം ദി ഒബ്സർവർ. അങ്ങനെയാണെങ്കിൽ അതായത് ടുവേർഡ്സ് വരുന്നതിനെ ഞാൻ പ്ലസ് എന്ന് വിളിക്കുന്നു, അപ്പൊ ഇതെന്തായിരിക്കും അവേ ഫ്രം ദി ഒബ്സർവർ ആയിരിക്കും, അതെന്തായിരിക്കും മൈനസ്. ഇനി ഇത് മൈനസ് ആണെങ്കിൽ ഇതെന്തായിരിക്കും പ്ലസ് ആയിരിക്കും. ഇതാണ് ട്വിസ്റ്റിംഗ്. ഇനി വാഗിങ് എന്ന് പറഞ്ഞാലോ, വാഗിങ് ഒന്നുമില്ല. ദാ വാഗിങ് നോക്കുക, എ ബി, ദാ വാഗിങ്ങിൽ രണ്ടുപേരും ടുവേർഡ്സ് ഒബ്സർവർ അല്ലെങ്കിൽ രണ്ടുപേരും അവേ ഫ്രം ദി ഒബ്സർവർ. അപ്പൊ എന്തായിരിക്കും പ്ലസ് പ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും മൈനസ് മൈനസ് ആയിരിക്കും. ട്വിസ്റ്റിങ്ങും വാഗിങ്ങും ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തരാം. ഫോട്ടോയില് പ്ലസ് പ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് മൈനസ് ആയിരിക്കും. ഓൾറൈറ്റ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത കാര്യം, എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി ഒക്കെ നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്നു OH ന്റെ ഫ്രീക്വൻസി, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി, ഫ്രീ OH ന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്നത് 3600 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യുന്നത്? നോക്കൂ, ഒരു ഇക്വേഷൻ ഉണ്ട്, ന്യൂ ഇസ് ഈക്വൽ ടു 1/2πc റൂട്ട് k ബൈ മ്യൂ. ഓക്കെ, ഇതാണ് ഫ്രീക്വൻസി. റൈറ്റ്, ഈ കെനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നു. എന്താണ് ഫോഴ്സ് കോൺസ്റ്റന്റ്? ആൻഡ് മ്യൂ ഇസ് കോൾഡ് വാട്ട്, റെഡ്യൂസ്ഡ് മാസ്. മ്യൂ ഇസ് കോൾഡ് റെഡ്യൂസ്ഡ് മാസ്. സി, നമുക്കറിയാം ഫ്രീക്വൻസി ന്യൂ നമുക്ക് അറിയാം. നോക്കൂ, എന്താണ് ഈ ഫോഴ്സ് കോൺസ്റ്റന്റ്? ഫോഴ്സ് കോൺസ്റ്റന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ട്രെങ്ത് ഓഫ് ബോണ്ടിനെയാണ്. എന്തിനെയാണ്? സ്ട്രെങ്ത് ഓഫ് ബോണ്ടിനെയാണ് ഫോഴ്സ് കോൺസ്റ്റന്റ് മെൻഷൻ ചെയ്യുന്നത്. ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്തിന് പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡറിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. കാരണം എന്താ, സ്ട്രെങ്ത് ഓഫ് ബോണ്ട് അല്ലേ. ബോണ്ട് ഓർഡർ കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ട്രെങ്ത് ഓഫ് ബോണ്ടും എന്ത് ചെയ്യും, കൂടും എന്ന് നമുക്ക് അറിയാം. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, റെഡ്യൂസ്ഡ് മാസ് ആണ്. എങ്ങനെയാണ് കാണാം, m1 m2 ബൈ m1 പ്ലസ് m2. റെഡ്യൂസ്ഡ് മാസ് കാണാനുള്ള ഫോർമുലയാണ്. പറഞ്ഞു വരുന്നത് ഇത്രയാണ്. ലെറ്റ്സ് സേ നമ്മൾ പറയുക സി ട്രിപ്പിൾ ബോണ്ട് സി ഇവിടെ ഫ്രീക്വൻസി, സി ഡബിൾ ബോണ്ട് സിയുടെ ഫ്രീക്വൻസി, സി സിംഗിൾ ബോണ്ട് ഫ്രീക്വൻസി, ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ് ആണെന്ന് വിചാരിച്ചാൽ ഏത് ഫ്രീക്വൻസി ആയിരിക്കും കൂടുതൽ? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വൈ, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ എന്ത്, സെഡ് എന്ന് നമുക്ക് പറയാം. കാരണം എന്താ, ബോണ്ട് ഓർഡർ ആരുടെ കൂടുതലാണ്, ആൽക്കൈന്റെ കൂടുതലാണ് കമ്പയർഡ് ടു എന്ത്, ആൽക്കീൻ അതിനേക്കാളും ആൽക്കൈനേക്കാളും. സോ സ്വാഭാവികമായിട്ടും സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഫ്രീക്വൻസി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ലെറ്റ്സ് സേ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ലെറ്റ്സ് സേ നമുക്ക് പറയാം സി ഐ, സി ബി ആർ, സി സി എൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇവിടെ ബോണ്ട് ഒക്കെ സിംഗിൾ ബോണ്ട് അല്ലേ, പക്ഷെ എന്ത് നോക്കണം നമുക്ക്, റെഡ്യൂസ്ഡ് മാസ് അല്ലെങ്കിൽ മ്യൂ എന്താണെന്ന് നോക്കണം. മ്യൂ ആർക്കായിരിക്കും കുറവ്, സി എൽ അല്ലേ ഏറ്റവും കുറവ് വെയിറ്റ് ഉള്ളത് കമ്പയർഡ് ടു അയഡിൻ. അപ്പൊ കുറവ് റെഡ്യൂസ്ഡ് മാസ് ആണെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലെ. അപ്പോ ഇയാൾക്ക് എന്തായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഇത് 700, ഇത് എന്തായിരുന്നു 600, ഇത് എന്തായിരുന്നു 500. കാരണം എന്താ, ഇയാളുടെ മാസ് കൂടുതലാണ്, അയഡിന്റെ മാസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും, ഏറ്റവും കുറവായിരിക്കും കമ്പയർഡ് ടു ദിസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കാർബണൈൽ ഗ്രൂപ്പിന്റെ ഒക്കെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കണക്കാക്കുമ്പോൾ ഇവിടെ പലതരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് അറ്റാച്ച് ചെയ്യാൻ പറ്റും അല്ലെ, സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടാവും. അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ ഈ കാർബണൈലിന്റെ ഫ്രീക്വൻസി എന്നുള്ളത് കൂടെ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. നോക്കൂ, ഓൾറെഡി നമ്മൾ പറഞ്ഞു കെ എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്, അതായത് വിച്ച് റെപ്രസെന്റ്സ് എന്താണ്, ബോണ്ട് സ്ട്രെങ്ത് ആണ്. ബോണ്ട് സ്ട്രെങ്ത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, ബോണ്ട് ഓർഡറിന് പ്രൊപ്പോർഷണൽ ആണ്. നോക്കാം നമുക്ക് ഇവിടെ ലെറ്റ്സ് സേ നമ്മൾ വിചാരിക്കുക സി ഡബിൾ ബോണ്ട് ഒ, ഒരു NH2 ഗ്രൂപ്പ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കാം. റൈറ്റ്, ഇങ്ങനെ ഇയാളുടെ ഫ്രീക്വൻസി ന്യൂ എ എന്ന് ആണെന്ന് വിചാരിക്കാം. ഇവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ റെസണൻസിനുള്ള പോസിബിലിറ്റി ഇല്ലേ? ഇങ്ങനെ എഴുതിക്കൂടെ നമുക്ക്? ഇങ്ങനെ റെസണൻസിന്റെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ RCO മൈനസ് ഡബിൾ ബോണ്ട് NH2 പ്ലസ് എന്ന് നമുക്ക് എഴുതിക്കൂടെ? എഴുതാം അല്ലെ. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ന്യൂ ബി എന്ന് വിളിക്കാം. ഇവിടെ ബിക്കോസ് ഓഫ് റെസണൻസ് ഇവിടെ എന്തായി, ഇവിടെ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ അല്ലേ ഉണ്ടാവുക, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. നോക്കൂ,
ഇവിടെ ആക്ച്വലി എന്താണ്? ഡബിൾ ബോണ്ട് ആണ്. ഇവിടെ എന്താണ്? പക്ഷേ ബിക്കോസ് ഓഫ് റെസൊണൻസ് ഇവിടെ എന്താണ്? ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. നോക്കൂ, IR സ്പെക്ട്രോസ്കോപ്പി എന്താണ് മെഷർ ചെയ്യുക? കാർബണൈലിന്റെ ഫ്രീക്വൻസിയാണ് മെഷർ ചെയ്യുക അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ബോണ്ട് ഓർഡർ കുറഞ്ഞില്ലേ? ബോണ്ട് ഓർഡർ കുറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരുടെ ഫ്രീക്വൻസിയും എന്താവും? കുറയും. വിച്ച് മീൻസ് ന്യൂ എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എന്ത്? ന്യൂ ബി. ബേസിക്കലി നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്ലസ് എം മീസോമറിക് എഫക്റ്റ് ഒക്കെ ഉള്ള ഗ്രൂപ്പ് ആണെങ്കിൽ പ്ലസ് എം എഫക്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്ലസ് എം ഗ്രൂപ്പ്സ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, പ്ലസ് എം ഗ്രൂപ്പ്സ് decreases the bond order. Group decreases the bond order. So does in the frequency. So does the frequency. Stretching frequency ഇവരെന്ത് ചെയ്യും? കുറയ്ക്കും എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് റെസൊണൻസ് ആയാലും സെയിം എഫക്റ്റ് ആയിരിക്കും. കാരണം നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇതാ ഇപ്പൊ ലെറ്റ്സ് സേ ഇതേപോലെയുള്ള എക്സാമ്പിൾ എടുക്കുക. C ഡബിൾ ബോണ്ട് O, ഇവിടെ എന്ത് ചെയ്യുക? CH ഡബിൾ ബോണ്ട് CH2 ആണെന്ന് വിചാരിക്കുക. അതേപോലെ എന്ത് ചെയ്യുക? C ഡബിൾ ബോണ്ട് O, ഇവരുടെ റെസൊണൻസ് ഞാൻ ഇവിടെ ഷോ ചെയ്യുകയാണെങ്കിൽ ഇയാള് എന്താവും? O മൈനസ് ആവും അല്ലെ? സിംഗിൾ ബോണ്ട് O മൈനസ്, ഡബിൾ ബോണ്ട് CH2 പ്ലസ് എന്ന് വരും. റൈറ്റ്? അപ്പോൾ സെയിം കോൺസെപ്റ്റ്. ഇവിടെ ന്യൂ എ, ഇതെന്താണ്? ന്യൂ ബി. അഗെയിൻ ബിക്കോസ് ഓഫ് റെസൊണൻസ് അല്ലെ? പ്ലസ് ആർ എഫക്ട് കാരണം സ്വാഭാവികമായിട്ടും ഇവിടെ എന്തായി? പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറായി. ഇവിടെ എന്ത് തന്നെയാണ്? ഡബിൾ ബോണ്ട് ക്യാരക്ടർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂ എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എന്ത്? ന്യൂ ബി. ന്യൂ എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ന്യൂ ബി എന്ന് പറയാം. ഇനി അടുത്തൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിയിരിക്കുന്നത് പ്ലസ് എം ഗ്രൂപ്പ് ആണ്. ഇനി ലെറ്റ്സ് സേ ഇതേ കാര്യം ഇവിടെ ഒരു മൈനസ് ഐ എഫക്റ്റ് ആണെങ്കിൽ, മൈനസ് ഐ എഫക്റ്റ് ഉള്ള ഗ്രൂപ്പാണ്. എപ്പോഴും ആലോചിക്കുക, പ്ലസ് എം ഗ്രൂപ്പ് ഓൾവേസ് ഡിക്രീസസ് ദി ബോണ്ട് ഓർഡർ. ഓക്കെ, ഇനി അടുത്തത് മൈനസ് ഐ എഫക്റ്റ് ആണെങ്കിൽ ദിസ് ഇൻക്രീസസ് ദി ബോണ്ട് ഓർഡർ. കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. നോക്കൂ, ഹാലജൻ എപ്പോഴും എടുക്കുമ്പോഴും നമ്മൾ പ്ലസ് എം എഫക്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും എന്ത് എഫക്റ്റ് കൺസിഡർ ചെയ്യുക? മൈനസ് ഐ എഫക്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. നോക്കൂ, ഈ കാർബണും ക്ലോറിനും ആണെങ്കിൽ ഇവിടെ ഈ ഇലക്ട്രോൺസ് ഇവിടെയാണല്ലോ. ഈ ക്ലോറിൻ കുറച്ച് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും അല്ലെ? അപ്പൊ ഇതെന്താവും? ഇത് ഡെൽറ്റ മൈനസ് ആവും. സ്വാഭാവികമായിട്ടും ഇതെന്താവും? ഡെൽറ്റ പ്ലസ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഈ ഇലക്ട്രോൺസിനെ ആര് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും? ഈ കാർബൺ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കത്തില്ലേ? കാർബൺ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ തന്നെ ഈ ഓക്സിജൻ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് അല്ലേ? അപ്പൊ ഓക്സിജൻ വിട്ടുകൊടുക്കും. ഓക്സിജന്റെ അടുത്തേക്കും വലിക്കും, കാർബണിന്റെ അടുത്തേക്കും വലിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ബോണ്ട് എന്തായിരിക്കും? കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിരിക്കും. അതുകൊണ്ട് ഈ ബോണ്ട് എന്താവും? കാർബണും പുള്ളിയും കാർബണിന്റെ അടുത്തേക്ക്, ഓക്സിജനും പുള്ളിയും ഓക്സിജന്റെ അടുത്തേക്ക്. സ്വാഭാവികമായിട്ടും ഈ CO ബോണ്ട് എന്താവും? കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആവും. വിച്ച് മീൻസ് ഇവരുടെ ഫ്രീക്വൻസി എന്താവുകയാണ് ചെയ്യുക? ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ബേസിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, മൈനസ് ഐ എഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകളാണ് ഉള്ളതെങ്കിൽ ബോണ്ട് ഓർഡർ എന്താവും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസിയും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് ആലോചിച്ച് വെക്കുക. സോ രണ്ട് കാര്യമാണുള്ളത്. പ്ലസ് എം ഗ്രൂപ്പ് ആണെങ്കിൽ ഫ്രീക്വൻസി എന്താവും? കുറയും. അല്ലെങ്കിൽ പ്ലസ് ആർ ആണെങ്കിലും ഫ്രീക്വൻസി എന്താവും? കുറയും. ഇനി മൈനസ് ഐ എഫക്റ്റ് ഗ്രൂപ്പ് ആണ് ഉള്ളതെങ്കിൽ എന്താവും? ഫ്രീക്വൻസി എന്താവും? കൂടും എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ഇനി നമുക്ക് അറിയേണ്ടത് കുറച്ച് ഗ്രൂപ്പുകളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നോക്കിക്കോളൂ. CH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ, CO-ന്റെ അല്ല, CH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ആണ്. ഇവിടെ 2700 to 2800, 2800 to 2900 ഒരു ഡബ്ലറ്റ് പോലെയൊക്കെ കാണപ്പെടും കേട്ടോ. ഇങ്ങനെ ഒരു ഡബ്ലറ്റ് പോലെയൊക്കെ കാണപ്പെടും. ഈ ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ഫെർമി റെസൊണൻസ് ആണ്. ഫെർമി റെസൊണൻസ് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ബിക്കോസ് ഓഫ് ഫെർമി റെസൊണൻസ്. ഓക്കെ, അതായത് ഫണ്ടമെന്റൽ വൈബ്രേഷനും ഓവർടോൺ വൈബ്രേഷനും കൂടെ ഒരു മിക്സ് കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫെർമി റെസൊണൻസ് നമുക്ക് കിട്ടുന്നത്. അത് ഇപ്പൊ നോക്കേണ്ട ആവശ്യമില്ല, നോക്കാം. 2700 to 2800 ഒരു ഡബ്ലറ്റ് പോലെ നമുക്ക് കിട്ടും. അതേപോലെ ഇനി ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ, ഇതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണെങ്കിൽ എന്തായിരിക്കും? 3300. ഡബിൾ ബോണ്ട് ആണെങ്കിൽ 3100. ഇതാണെങ്കിൽ എന്തായിരിക്കും? 3000. ഇത്രയും വാല്യൂസ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. CH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി അല്ല നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമുക്ക് CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ് നമുക്ക് കാണാം. നോക്കൂ, അതേപോലെ CC സിംഗിൾ ബോണ്ട് 1100, ഡബിൾ ബോണ്ട് ആണെങ്കിൽ 1650,
ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും 2150. നോക്കൂ, ബോണ്ട് സ്ട്രെങ്ത് കൂടിയില്ലേ? ബോണ്ട് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബോണ്ട് ഓർഡർ കൂടും. ബോണ്ട് ഓർഡർ കൂടിയാൽ ഫ്രീക്വൻസിയും എന്താവും? കൂടും. ഒരു കാര്യം കൂടെ ആലോചിച്ച് വെക്കുക, സി ട്രിപ്പിൾ ബോണ്ട് എൻ ആണെങ്കിൽ അതെന്തായിരിക്കും? 2250 ആയിരിക്കും എന്നുള്ളതും കൂടെ ആലോചിച്ച് വെക്കുക. സി ട്രിപ്പിൾ ബോണ്ട് സി ആണെങ്കിൽ എന്തായിരിക്കും? 2150. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്, ഇവരുടെയൊക്കെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വരുന്നത് എന്താണ്? 1700 to 1725 ആണ്. ഓക്കെ, ആൽഡിഹൈഡിനെ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? എന്തായിരിക്കും? 1700 to 1725. ഇനി എസ്റ്ററിന് നോക്കൂ നിങ്ങൾ. എസ്റ്ററിന് എന്താണ്? 1735 to 1750 ആണ്. നോക്കാം, എസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ തന്നെ വരക്കാൻ പറ്റൂ. ഇതല്ലേ എസ്റ്റർ? ആർ സി ഡബിൾ ബോണ്ട് ഒ ഒ ആർ ഡാഷ് അല്ലെ? എസ്റ്റർ ആണ്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ട്? ബിക്കോസ് ഓഫ് റെസണൻസ് എന്തുണ്ടാവും? ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവത്തില്ലേ? സിംഗിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവും അല്ലെ? ആർ സി ഒ മൈനസ് ഡബിൾ ബോണ്ട് ഒ ആർ ഡാഷ്, റൈറ്റ്? അപ്പോൾ ഇവിടെ പ്ലസ് വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു റെസണൻസ് ഉണ്ടെങ്കിൽ ബോണ്ട് ഓർഡർ കുറയും എന്ന്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി കുറയണം. പക്ഷേ എസ്റ്ററിന് എന്താണ്? ആൽഡിഹൈഡിനേക്കാളും ഫ്രീക്വൻസി കൂടുതലാണ്. എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, നോക്കൂ, ഇവിടെയും സി ഡബിൾ ബോണ്ട് ഒ ഉണ്ട്, അതേപോലെ ഇവിടെയും റെസണൻസ് ഉണ്ടെങ്കിൽ പോലും ഇവിടെയും എന്താണ്? സി ഡബിൾ ബോണ്ട് ഒ തന്നെയാണ് അല്ലെ? സി ഡബിൾ ബോണ്ട് ഒ ആണെങ്കിൽ IR സ്പെക്ട്രോസ്കോപ്പി മെഷർ ചെയ്യുന്നത് സി ഡബിൾ ബോണ്ട് ഒ അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇവർക്ക് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടുതലായി വരുന്നത്. ആൽഡിഹൈഡിന് എസ്റ്ററിന് എന്തായിരിക്കും? ആൽഡിഹൈഡിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വരുന്നതിന്റെ റീസൺ ഇതാണ്. രണ്ട് സ്ഥലത്തും എന്തായിരിക്കും? സി ഡബിൾ ബോണ്ട് ഒ ആയിരിക്കും, റൈറ്റ്? ഇനി അമൈഡ് എന്താണ്? RCONH2 RCONH2 അല്ലെ? ഇതിങ്ങനെ വന്ന് ഇവിടെ എന്താവും? പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആവത്തില്ലേ? എന്താവും? പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ബോണ്ട് ഓർഡർ കുറഞ്ഞു. ബോണ്ട് ഓർഡർ കുറഞ്ഞാൽ എന്തായിരിക്കും? ഫ്രീക്വൻസി കുറയും അല്ലെ? നോക്കൂ, ഫ്രീക്വൻസി കുറഞ്ഞില്ലേ? 1700-നേക്കാളും കുറഞ്ഞില്ലേ? 1650 to 1680 എന്നുള്ള രീതിയിൽ വന്നു. ഇനി ആസിഡ് ഹാലൈഡ് എന്താണ്? ആസിഡ് ഹാലൈഡ് RCOCl. അഗെയിൻ മൈനസ് ഐ എഫക്റ്റ് അല്ലേ? മൈനസ് ഐ എഫക്റ്റ് വന്നാൽ ബോണ്ട് ഓർഡർ കൂടും അല്ലെ? ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ബോണ്ട് സ്ട്രെങ്ത് എന്താവും? ഇൻക്രീസ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസിയും കൂടും. എത്രയാണ്? ആസിഡ് ഹാലൈഡ് എന്താണ്? 1800 ആണ് വരുന്നത്, റൈറ്റ്? ഇനി ഒരു കാര്യം കൂടിയാണ് നമുക്ക് അറിയേണ്ടത്. OH സ്ട്രെച്ചിങ്, ഫ്രീ OH ആണെങ്കിൽ 3600 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. ഇന്റർമോളിക്കുലാർ എന്തായിരിക്കും? 3300 to 3400. ഇൻട്രാ ആണെങ്കിൽ എന്തായിരിക്കും? 3200 to 3300. നോക്കൂ, ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രീക്വൻസി വരുന്നത്. ഫ്രീ OH ഗ്രേറ്റർ ദാൻ എന്താണ്? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ഗ്രേറ്റർ ദാൻ ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ. എന്താണ് ഈ ഫ്രീ OH എന്ന് പറഞ്ഞാൽ? എന്താണ്? ലെറ്റ്സ് സേ നമ്മൾ പറയാം, ഒരു ഫിനോൾ എടുത്തെന്ന് വിചാരിക്കാം. ഈ ഫിനോളിന് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഞാൻ ഈ രണ്ട് സൈഡിലും ഒരു ടേഴ്ഷ്യറി ബ്യൂട്ടൈൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഒരു ടേഴ്ഷ്യറി ബ്യൂട്ടൈൽ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് വേറൊരു മോളിക്യൂളുമായിട്ട് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണോ? ഇല്ല. കാരണം ബിക്കോസ് ഓഫ് സ്റ്റെറിക് ഹിൻഡ്രൻസ്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫ്രീ OH എന്ന് വിളിക്കുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിലോ? ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവരെന്തായിരിക്കും? ഇവർ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലേ? എന്താണ്? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി വാട്ട് ഈസ് ഇൻട്രാ? ഇൻട്രയാണെങ്കിൽ OHNO2 അല്ലെ? OHNO2. ഇവിടെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇന്റർ എന്ന് വിളിക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻട്രാ എന്ന് വിളിക്കുന്നു. സോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഫ്രീ OH is greater than inter, then comes what? Intra. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് IR സ്പെക്ട്രോസ്കോപ്പിയുമായിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് IR സ്പെക്ട്രോസ്കോപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. എന്തായാലും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.